ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഇതുപോലെ എപ്പോഴും കൂടെ വേണം. നമ്മൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് കാലിമീരിയിൽ വീക്കെൻഡ് ഡേയ്സിലൊക്കെ നടക്കുന്ന ലൈവായിട്ടുള്ള മ്യൂസിക് ബാൻഡാണ് കേട്ടോ. നമുക്കപ്പോൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കുമ്പോൾ തന്നെ നല്ല ലൈവായിട്ട് പാട്ടൊക്കെ കേട്ടിരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അന്ന് ഷൂട്ട് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിംഗ് പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ ഈ പ്രീമിയം റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന വെറും 5-10 മിനിറ്റ് കൊണ്ടാണ് ഓരോ ഡിഷും നമ്മുടെ മുമ്പിൽ എത്താറ്. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ചില ഡിഷിൻ്റെയൊക്കെ മസാലയും അതൊക്കെ അവർ പ്രീമിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഷെഫാണെങ്കിലും അത്യാവശ്യം നല്ല പ്രൊഫഷണലായിട്ട് നല്ല സ്പീഡോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ആണ് ഹണി ഗ്ലേസ്ഡ് പൊട്ടാറ്റോ. ഇത് നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും അതുപോലെ ഹണി എല്ലാം ഉപയോഗിച്ചിട്ട് നല്ലോണം സോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പ്രിംഗ് ഓണിയൻ ഒക്കെ വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ കറക്റ്റായിട്ട് പറയില്ല കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആട്ടോ പറയുന്നത്. അത് നമ്മൾ ഇനീഷ്യലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഓണിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ യൂസ് ചെയ്ത് നല്ലോണം നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കുക. ക്രഷ്ഡ് ആയിട്ടുള്ള റെഡ് ചില്ലിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്താണ് ചിക്കൻ ബൊണാറോൾ. ഇതിനാദ്യം നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അതിലേക്ക് നമ്മൾ ഓണിയനും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും ജിഞ്ചറൊക്കെ ഇട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മസാല അവർ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻ ഇട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഇതേ സമയം തന്നെ റോമാൽ റൊട്ടി അവർ അപ്പുറത്ത് പാരലി ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ റോമാൽ റൊട്ടിയിലോട്ട് നമ്മുടെ മസാല ആഡ് ചെയ്തിട്ട് നല്ലോണം റോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഫൈനലി അതൊരു സിൽവർ ഫോയിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അടുത്ത ഐറ്റം ആണ് ചിക്കൻ കാലിമീരി മീരി ടിക്ക. ഇത് ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 6 പീസ് ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് സ്പെഷ്യലായിട്ട് നമ്മുടെ പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളത് തന്തൂർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒപ്പം വരുന്നത് മിൻറ്റ് ചട്നിയും അതുപോലെ തന്നെ ബട്ടർ നാനൊക്കെയാണ് ഇതിൻ്റെ കോംബോ ആയിട്ട് വരുന്നത്. പിന്നെ കഴിക്കുന്നതിന് മുമ്പ് അവർ ഫ്രഷ് ക്രീം വെച്ചിട്ട് അത് ഗാർണിഷും ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ചിക്കൻ ലബാബ്ദാർ കുൽഫി കബാബ്. ഇത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് കേട്ടോ. ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഡ്രം സ്റ്റിക്കാണ്. ഇതുപോലെ തന്നെ ചീസ് ക്രീമിനാണ് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഷെഫിൻ്റെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഇതിലുണ്ട്. ഇതിന് ശേഷം ഇത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അടുത്താണ് ഡ്രാഗൺ ചിക്കൻ. ഡ്രാഗൺ ചിക്കൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ലേ. ഇതിലിവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബോൺലെസ് ആയിട്ടുള്ള ഫിംഗർ ഫ്രൈഡ് ചിക്കനാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഓണിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ സ്ലൈസ്ഡ് ആയിട്ടുള്ള റെഡ് ആൻഡ് യെല്ലോ ക്യാപ്സിക്കം സ്ട്രിംസും ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് പിന്നെ ടൊമാറ്റോ റെഡ് ചില്ലി സോസും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം സോട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് കാഷ്നട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഐറ്റമാണ് ഫിഷ് ചുട്ടുള്ളി. ഞാനത് ആദ്യമായിട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ ടേസ്റ്റും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇതുവരെ കഴിക്കാത്തൊരു പുതിയ ടേസ്റ്റാണ് അതിന് കിട്ടിയത്. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ ചുവന്നുള്ളിയെല്ലാമായിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചുട്ടെടുത്തത് ഇവർ ലൈവായിട്ട് തന്നെ ആഡ് ചെയ്യുന്ന കണ്ടിരുന്നു. ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ നെയ്മീൻ ഇതുപോലെ നല്ല മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഈ നെയ്മീൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് കഴിക്കുന്നത്. റൈസാണ് ഇതിൻ്റെ മെയിനായിട്ട് കോംബോ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ഐറ്റം ആട്ടോ പാലക് പനീർ. ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് ജിഞ്ചറും ഗാർലിക്കും അതുപോലെ തന്നെ ചില്ലിയും ഒക്കെയാണ്. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ പാലക്കിൻ്റെ ഒരു മിക്സാണ്. ഇതൊരു ഗ്രീൻ കളർ മിക്സാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് സോസുകളും ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പനീർ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആൻഡ് ഫൈനലി ഇതിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീമും ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ് സ്ക്വിഡ് തവ ഫ്രൈ. ഇത് നല്ല ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്ന സ്ക്വിഡിലേക്ക് നമ്മുടെ ചില്ലി പേസ്റ്റും ബ്ലാക്ക് പെപ്പറും ഗാർലിക്കും ജിഞ്ചറും അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് മസാലപ്പൊടികളൊക്കെ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സ്ക്വിഡ് നല്ലോണം ഡീപ്പ് ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ്.
സോ ഫ്രണ്ട്സ്, നമ്മുടെ കാലിമീരിയിലെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ.